ഇന്നാരാണ് ധൂപം കാട്ടേണ്ടതെന്ന് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കാനുള്ള സമയമായി. അതെ, ഇന്ന് കുറി ആർക്കാണ് വീഴുന്നതെന്ന് നോക്കാം. ഇത്തവണ നറുക്ക് സെക്കരിയാവിനാണല്ലോ വീണിരിക്കുന്നത്. പോകൂ, കർത്താവ് നിന്റെ വഴിപാട് സ്വീകരിക്കട്ടെ. സെഖരിയാവേ, ഭയപ്പെടേണ്ട, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു മകൻ ജനിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കിയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ ഏലിയാവിന്റെ ആത്മാവിലും ശക്തിയിലും കർത്താവിന്റെ മുമ്പാകെ പോകും. ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണല്ലോ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്തു നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കുവരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. അദ്ദേഹം വളരെ നേരമായിട്ടും പുറത്തേക്ക് വരാത്തതെന്താണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം വൈകുന്നത്? ഇദ്ദേഹം എന്താണെന്നും സംസാരിക്കാത്തത്? പുരോഹിത, ഞങ്ങളെ അനുഗ്രഹിക്കൂ. അദ്ദേഹത്തെ നോക്ക്, അയാൾ ഒരു ദർശനം കണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇതെന്തു പറ്റി? നിങ്ങളെന്താ വല്ലാതെ ഇരിക്കുന്നത്? എന്താണെങ്കിലും എന്നോട് പറയൂ, നിങ്ങൾക്ക് എന്തു പറ്റി? കർത്താവ് നമ്മെ ഓർത്തിരിക്കുന്നു സെക്കരിയ. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതി.
അവന്റെ ആഗമനത്തിനുള്ള സമയമായി സെക്കരിയ. വയ്യ, എനിക്ക് വയ്യ. ക്ഷമിക്കൂ, ദാ നിന്റെ കുട്ടി ഇപ്പൊ പുറത്തു വരും. ഇത് കർത്താവാണ് ചെയ്തത്. സക്കറിയാവേ, എലിസബത്തെ, കുഞ്ഞിന് എന്തു പേരിടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? അതെ, ഇവന്റെ പേര് യോഹന്നാൻ എന്നിടണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളിൽ ആ പേരിൽ ആരുമില്ലല്ലോ. അവനെ സെക്കറിയാവെന്ന് വിളിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്താണിവൾ പറയുന്നത്? നീ കുഞ്ഞിന്റെ പിതാവല്ലേ? നീ പറ, ഇവന്റെ പേരെന്താണ്? ആരെങ്കിലും ഒരു എഴുത്തുപലക കൊണ്ടുവരൂ. ഇദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെന്ന് നോക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ചു വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. തലമുറകളായി അവനൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു, നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനെ. ഇപ്പോൾ ആ വാഗ്ദാനം യാഥാർത്ഥ്യമായിരിക്കുന്നു. നീയോ എൻ്റെ മകനെ, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്നു വിളിക്കപ്പെടും. നീ കർത്താവിൻ്റെ മുമ്പാകെ പോകും അവൻ്റെ വഴിയൊരുക്കാൻ. രക്ഷ വരുന്നുവെന്ന് നീ അവൻ്റെ ജനത്തെ പഠിപ്പിക്കും. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രമായ കാരുണ്യം നിമിത്തം നമുക്കായി ഒരു പുതിയ പ്രഭാതം പൊട്ടിവിടരാൻ പോകുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കർത്താവ് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ ന്യായപ്രമാണത്തെക്കുറിച്ചാണ്, അതായത് തോറയെക്കുറിച്ച്. അപ്പാ, എന്താണ് തോറ? മോശയിലൂടെ നമ്മുടെ ജനത്തിന് കർത്താവ് നൽകിയ ന്യായപ്രമാണമാണിത്. ദൈവം തന്നെയാണോ അത് എഴുതിയത്? അവനത് സംസാരിച്ചു. മോശ അത് മലയിൽ വെച്ച് നമുക്കായി സ്വീകരിച്ചു. ദൈവം ആരാണെന്നും നാം ആരാകണമെന്നും തോര നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ എന്തിനാണ് അത് അനുസരിക്കേണ്ടത്? കാരണം അനുസരണം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തോട് കൂടുതലായി അടുപ്പിക്കുന്നു. നമ്മുടെ മകൻ യോഹന്നാൻ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാണല്ലോ. അതെ, അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവത്തിന് അവനെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അപ്പാ, അമ്മേ, കർത്താവ് എന്നെ വിളിക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമായി. ആദ്യമായി നിന്നെ കയ്യിലെടുത്തപ്പോൾ തന്നെ ഈ ദിവസം ഒരിക്കൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു മകനെ. മകനെ, പോകൂ. നീ പോയി കർത്താവിന്റെ വഴി ഒരുക്കുക. ദൈവം നിന്നോട് കൂടെയുണ്ട്.
യോഹന്നാനേ, നീയാണ് ശബ്ദം. ഇനി താമസം വേണ്ട. പോയി വരുവാനിരിക്കുന്നവന് വേണ്ടി വഴിയൊരുക്കുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. നോക്കൂ, പരീശന്മാരും സദൂക്യരും പോലും വന്നിരിക്കുന്നു. അവർ മറ്റുള്ളവരെ പാപികളെന്ന് വിളിക്കുന്നു. ഇപ്പോൾ അവർ വരിയിൽ നിൽക്കുന്നുവല്ലോ. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണം? 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. രക്ഷ പ്രാപിപ്പാൻ ചുങ്കക്കാരായ ഞങ്ങളെന്ത് ചെയ്യണം? നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികമൊന്നും പിരിക്കരുത്. ഞങ്ങൾ എന്തു ചെയ്യണം? ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മാത്രം മതി എന്നു വെപ്പിൻ. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. യോഹന്നാനെ, സഹോദര, നിന്നാൽ സ്നാനമേൽക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം. പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? ഇപ്പോൾ സമ്മതിക്ക്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഗുരു, യോർദാന്റെ കരയിൽ നിന്നോടുകൂടെ ഉണ്ടായിരുന്നവൻ അവൻ സ്നാനം കഴിപ്പിക്കുന്നു. ഇപ്പോൾ എല്ലാവരും അവന്റെ അടുക്കലേക്കാണ് പോകുന്നത്. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കുമൊന്നും ലഭിക്കുകയില്ല. ഞാൻ മിശിഹായല്ല എന്നു ഞാൻ പറഞ്ഞതു നിങ്ങൾ കേട്ടല്ലോ. അവനു മുമ്പായി എന്നെ അയച്ചിരിക്കുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു.
അവൻ വളരേണം, ഞാനോ കുറയണം. ആ, നീ വന്നോ? അങ്ങനെ ഈ സമയത്ത് വിളിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഗലീലിക്ക് അതിന് യോഗ്യയായ ഒരു രാജ്ഞിയെ വേണം. അതിനങ്ങ് വിവാഹിതനാണല്ലോ. മാത്രമല്ല, ഞാൻ അങ്ങയുടെ സഹോദര പത്നിയും. വിവാഹബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമല്ലോ. അപ്പൊ നിയമമോ? ഞാൻ ഈ പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ്. നിയമം പണിയുന്നതും പൊളിക്കുന്നതും ഞാൻ തന്നെ. എന്റെ കൂടെ വരൂ. അപ്പോ അങ്ങയുടെ ഭാര്യയോ? അവൾ തന്റെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങും. ഇവിടെ നിയമമല്ല, അധികാരമാണ് ഭരിക്കുന്നത്. അങ്ങനെ ഞാൻ രാജ്ഞിയാകും. നിന്റെ സ്ഥാനം അതിലും മേലെയായിരിക്കും. നിന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് നിയമപ്രകാരം അനുവദനീയമല്ല. ഭരിക്കുന്നവരെ മാനസാന്തരപ്പെടുവിൻ. യോർദാനിലെ പ്രവാചകൻ എല്ലാവരുടെയും മുമ്പാകെ അങ്ങയെക്കുറിച്ച് മോശം സംസാരിക്കുന്നു. അവൻ എന്നെ അപമാനിച്ചിട്ട് ഇനി ജീവിച്ചിരിക്കുന്ന. അവൻ നീതിമാനാണ്, പക്ഷെ അവൻ ആളുകളെ എനിക്കെതിരെ ഇളക്കിവിടുന്നു. അവനെ വെറുതെ വിട്ടുകൂടാ. നീ എനിക്കെതിരെ സംസാരിച്ചു എന്ന് കേൾക്കുന്നല്ലോ. ഞാൻ ഇപ്പോഴും അത് തന്നെ പറയും. നിന്റെ സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിയമവിരുദ്ധമാണ്. നിന്റെ രാജാവിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഈ ധിക്കാരിയെ ബന്ധിച്ച് തടവറയിലിടൂ. ഒരു ഭരണാധികാരിക്കെതിരെ അല്ല ഞാൻ സംസാരിക്കുന്നത്, പാപത്തിനെതിരെയാണ്. നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയിരിക്കുന്നു. അത് തെറ്റാണ്. ഞങ്ങളെ ഇവിടേക്ക് അയച്ചത് യോഹന്നാൻ സ്നാപകനാണ്. വരാനിരിക്കുന്നവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ? നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനോട് പോയി പറയുക. കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്റെ നിമിത്തം ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാനത് നിനക്ക് തരാം. നീ അദ്ദേഹത്തോട് യോഹന്നാൻ സ്നാപകന്റെ തല ചോദിക്ക്. യോഹന്നാൻ സ്നാപകന്റെ തല ഒരു തളികയിൽ ഇപ്പോൾ തന്നെ എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഇവൾ പറഞ്ഞത് കൊണ്ടുവരിക.